അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 4th ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ ആയിട്ടൊക്കെ മാറ്റാൻ സാധിക്കും. അതിന് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുമായിട്ടൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനാദ്യം ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്താണെന്ന് അറിയണം. ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്കറിയാം. ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിൻ്റെ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭാഗം തിരിച്ച് ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കുക. ഈ ഒരു മെക്കാനിസമാണ് ഫീഡ്ബാക്ക്. സോ ഫീഡ്ബാക്ക് ഇറ്റ്സ് ദ പ്രോസസ് ബൈ വിച്ച് വി ഇൻജെക്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ബാക്ക് ടു ദി ഇൻപുട്ട് ഓഫ് എ ഡിവൈസ്. എന്താണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വി ഇൻജെക്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ബാക്ക് ടു ദി ഇൻപുട്ട് ഓഫ് എ ഡിവൈസ്. അപ്പോൾ നമുക്ക് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട്സിന് തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നും. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിൽ നിന്നൊരു ഫ്രാക്ഷനായിട്ടുള്ളൊരു സിഗ്നൽ തിരിച്ച് ഫീഡ്ബാക്ക് സർക്യൂട്ട് കൂടെ വരുന്നുണ്ടല്ലോ. ആ സിഗ്നലും ഇൻപുട്ട് സിഗ്നലും ഒരേ ഫേസിലാണെങ്കിൽ അത്തരം സർക്യൂട്ട്സിനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്നറിയുക. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വി ഇൻജെക്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ബാക്ക് ടു ദി ഇൻപുട്ട് ഓഫ് ദി ഡിവൈസ്. അതാണ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താ? ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ട് ആർ ഇൻ ഫേസ്, സച്ച് ഫീഡ്ബാക്ക് ഈസ് നോൺ ആസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്? ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ട് ആർ ഇൻ ഫേസ്, ഒരേ ഫേസിലാണെങ്കിൽ സച്ച് ഫീഡ്ബാക്ക് ഈസ് നോൺ ആസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് ശ്രദ്ധിക്കൂ. ഇതിൽ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതിൽ ഫസ്റ്റ് ക്രസ്റ്റും പിന്നെ ട്രഫുമാണ് വന്നിട്ടുള്ളത്. അത് ഒരു ആംപ്ലിഫയറിൽ കൂടെ കടത്തിവിടുകയാണ്. അപ്പം നിങ്ങൾ ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ആംപ്ലിഫയറിൽ കൂടെ ഒരു സിഗ്നൽ കടന്നു പോകുമ്പോൾ അതിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിക്കും. അങ്ങനെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിച്ചിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടി. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആദ്യം ട്രഫും പിന്നെ ക്രസ്റ്റുമാണ്. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിന് ആദ്യം ക്രസ്റ്റും പിന്നെ ട്രഫുമാണ്. അതിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിട്ട് ഔട്ട്പുട്ട് സിഗ്നൽ ആദ്യം ട്രഫും പിന്നെ ക്രസ്റ്റുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഒരു ഫ്രാക്ഷൻ നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൂടെ കടത്തിവിടുകയാണ്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൂടെ കടത്തിവിടുമ്പോൾ അതിനൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഈ സിഗ്നൽ എങ്ങനെയായിട്ട് മാറും? പിന്നെയും ഫസ്റ്റത്തെ ക്രസ്റ്റും പിന്നെ ട്രഫുമായിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തതിൻ്റെ അതേ ഫേസിലായിട്ട് മാറും. സോ ഇതിൽ വി എഫും വി ഇന്നും ഒരേ ഫേസിലാണ്. അതാണ് എന്ത്? പോസിറ്റീവ് ഫീഡ്ബാക്ക്. So one of the important use of positive feedback is in oscillators. ഓസിലേറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DC കറണ്ടിനെ AC ആക്കി മാറ്റുന്നതാണ് എന്ത്? ഓസിലേറ്റർ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ നമ്മൾ ആൾറെഡി റെക്ടിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. റെക്ടിഫയേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ACനെ DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. ഓസിലേറ്ററോ ഇറ്റ് കൺവേർട്സ് DC ഇൻറ്റു AC. അപ്പോൾ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് മെയിനായിട്ടും ഓസിലേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് നമ്മൾ പൊതുവെ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യാറില്ല. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് നോട്ട് എംപ്ലോയ്ഡ് ഇൻ ആംപ്ലിഫയർ സർക്യൂട്ട് ബിക്കോസ് 2 റീസൺസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ ഈസ് ഹൈ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി വാരി ചെയ്തിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫ്രീക്വൻസി ആവില്ല കിട്ടുക. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? ഇൻസ്റ്റെബിലിറ്റി ഇൻ ഗെയിന് സ്റ്റേബിൾ ആവില്ല. എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആവില്ല കിട്ടുക. ഇടയ്ക്ക് കുറച്ച് കൂടും ഇടയ്ക്ക് കുറച്ച് കുറയും, അങ്ങനെയുള്ളൊരു വാല്യൂസ് ആയിരിക്കും കിട്ടുക. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്തിൽ യൂസ് ചെയ്യുന്നില്ല? ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നില്ല. ഈ ആംപ്ലിഫയേഴ്സിൽ പ്രധാനമായിട്ടും
നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയാൻ വളരെ ഈസിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിൽ നമ്മൾ കണ്ടു, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ഫീഡ്ബാക്കിൽ കൂടെ വരുന്ന രണ്ട് വോൾട്ടേജും എന്തായിരിക്കണം, സെയിം ഫേസിലായിരിക്കണം. പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ എന്താവണം, അത് രണ്ടും ഡിഫറെൻറ്റ് ഫേസിലായിരിക്കണം. So if the input signal and the fraction of output signal are opposite in phase, such feedback is known as negative feedback. ഇതിപ്പോൾ ഇതിൽ സർക്യൂട്ടിൽ നോക്കി നോക്കൂ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്, ഫസ്റ്റ് ക്രസ്റ്റും പിന്നെ ട്രഫുമാണ്. അത് ആംപ്ലിഫയറിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രഫും പിന്നെ ക്രസ്റ്റും ആയിട്ട് കിട്ടും. അതിൻ്റെ ഒരു പാർട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ കൂടെ കടന്നു പോവുകയാണ്. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ഇവിടെ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ്. 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ, അവിടെ പ്രത്യേകിച്ച് ഫേസ് ഷിഫ്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന അതേപോലെ തന്നെയാണ് ഫീഡ്ബാക്കിൽ കൂടെ കടന്നു പോകുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും നോക്കി നോക്കൂ. വി എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ക്രസ്റ്റും പിന്നെ ട്രഫുമാണ്. വി എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രഫും പിന്നെ ക്രസ്റ്റുമാണ്. അപ്പോൾ അത് സെയിം ഫേസിലാണോ? അല്ല, രണ്ടും ഓപ്പോസിറ്റ് ഫേസിലാണ്. അപ്പോൾ ഇങ്ങനത്തെ സർക്യൂട്ട്സിനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് എന്ന് പറയുക. ഇത് പ്രധാനമായിട്ടും ഒരു ആംപ്ലിഫയറിലൊക്കെ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അൺഎക്സ്പെക്റ്റഡ്, അൺനെസസറി അല്ലെങ്കിൽ അൺവാണ്ടഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രം ആൻ ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നോയ്സ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് നോയ്സ് ഇൻ ആംപ്ലിഫയർ സർക്യൂട്ട്സ്. ഇത് മെയിനായിട്ടും ആംപ്ലിഫയർ സർക്യൂട്ടിലെ നോയ്സ് റെഡ്യൂസ് ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ലെസ് ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ. നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ ഹൈ ആണെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഫ്രീക്വൻസി മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് അതിന് പറഞ്ഞത്. എന്നാൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ കുറവാണ്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇൻ ഗെയിന് സ്റ്റേബിളായിട്ടാണ് നിൽക്കുക. ഹൈ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ഇംപ്രൂവ്ഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പോൾ ഇത്രയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സിനെയും നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സിനെയും കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ആൻഡ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ രണ്ട് തരത്തിലുള്ള ഗെയിൻസ് നമുക്ക് കണ്ടുപിടിക്കാനാകും. ആ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള ഗെയിനാണ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് സർക്യൂട്ട് ഒഴിവാക്കി ആംപ്ലിഫയറിൻ്റെ മാത്രം ഗെയിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ അറിയാൻ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കുക. അതിൽ ഇ ജി എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലാണ്, ഈ ഒ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സിഗ്നലാണ്. ഞാൻ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഒരു എം വി എന്ന് കണ്ടോ, അതാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഫീഡ്ബാക്ക് സിഗ്നൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ. ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റേഷ്യോ ആണ് എം വി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫീഡ്ബാക്ക് സിഗ്നൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആ എം വിയോട് ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഈക്വൽ ടു എം വി ഇ സീറോ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് ടു ദി ആംപ്ലിഫയർ, അപ്പോൾ ആദ്യത്തെ ഇൻപുട്ട് ഇ ജി ആണെന്ന് കണ്ടു. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നിന്നും വരുന്ന ഇൻപുട്ട് എം വി ഇ സീറോ എന്ന് കണ്ടു. അപ്പോൾ ആ ഒരു ആംപ്ലിഫയർക്ക് പോകുന്ന മൊത്തം ഇൻപുട്ട് എന്ത് വരും? ഇ ജി മൈനസ് എം വി ഇ സീറോ എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ എം വി ഇ സീറോ ആഡ് ചെയ്യല്ലേ ചെയ്യേണ്ടത്, എന്താ മൈനസ് ആവാന്ന്. അപ്പോൾ ഈ നെഗറ്റീവ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫേസ് കാരണമാണ് എന്താവുന്നത്, ഫേസ് രണ്ടും രണ്ട് ഫേസാണ് അല്ലേ. നെഗറ്റീവ് ആംപ്ലിഫയറിൽ ഇൻപുട്ടിൻ്റെയും ഫീഡ്ബാക്കിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെയും ഫേസ് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് എം വി ഇ സീറോ എന്ന് പറയുന്നത് എന്തായത്, നെഗറ്റീവ് ആയത്.
നൗ കൺസിഡറിങ് ആംപ്ലിഫയർ പാർട്ട് ഓൺലി. അപ്പോൾ ആംപ്ലിഫയർ പാർട്ട് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു എ വി എന്ന് നമുക്ക് കൊടുക്കാം. ദ ഔട്ട്പുട്ട് ഇഒ E0 അല്ല ഇഒ must be equal to the input voltage Eg minus MVE0 multiplied by gain AV of the amplifier. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻപുട്ട് കിട്ടി, ഗെയിനും കിട്ടി. അപ്പോൾ ഇന്ന് ഔട്ട്പുട്ട് എങ്ങനെ കാണാം? ഈ ഗെയിനിനെ ഇൻപുട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഔട്ട്പുട്ട് ഇഒ ആണെന്ന് നമ്മൾ കണ്ടു, ഗെയിന് എ വി ആണെന്ന് നമ്മൾ എടുത്തു. അപ്പോൾ ഇഒ ഇസ് ഈക്വൽ ടു എ വി ഇൻറ്റു ഇ ജി മൈനസ് എം വി ഇഒ. അപ്പോൾ എ വി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇഒ ഇസ് ഈക്വൽ ടു എ വി ഇൻറ്റു ഇ ജി മൈനസ് എ വി എം വി ഇഒ എന്ന് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഇഒ ഇപ്പുറത്തേക്ക് എടുത്ത് ഇഒ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ഇഒ ഡിവൈഡഡ് ബൈ ഇ ജി ഇസ് ഈക്വൽ ടു എ വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ വി എം വി എന്ന് കിട്ടും. അപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു എ വി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഒ ഡിവൈഡഡ് ബൈ ഇ ജി ആണ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക്. അപ്പോൾ ഇഒ ഡിവൈഡഡ് ബൈ ഇ ജിയെ നമുക്ക് എ വി എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എ വി എഫ് ഇസ് ഈക്വൽ ടു എ വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ വി എം വി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്? എ വി എഫ് ഇസ് ഈക്വൽ ടു എ വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ വി എം വി ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് വ്യക്തമാണ്? എ വി എന്നുള്ളത് ഒരു വലിയ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? എ വി ഗ്രേറ്റർ ദാൻ എ വി എഫ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത എല്ലാം കൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ്? തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഈസ് ലെസ് ദാൻ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. പിന്നെ നമ്മളൊരു എം വി കണ്ടു അതിൽ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. സോ ദ വാല്യൂ ഓഫ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ആൾവേസ് ഇൻ ബിറ്റ്വീൻ 0.1 ആൻഡ് 1. ആൻഡ് മൂന്നാമത്തെ, when the negative feedback is employed, amplitude of output signal will be reduced, but gain remains stable with less noise when negative feedback is employed. നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യുമ്പോൾ നോയ്സ് കുറയും. നോയ്സ് കുറയാൻ കാരണം എന്താ? അവിടെ ഫ്രീക്വൻസി സ്റ്റേബിൾ ആവും, അതുപോലെ തന്നെ ഗെയിനും സ്റ്റേബിൾ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസ് ഒന്നും കയറി വരില്ല. അതുകൊണ്ടാണ് നോയ്സ് കുറവായിരിക്കും എന്ന് പറയാൻ കാരണം. അടുത്ത ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. അടുത്തത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് സ്റ്റെബിലിറ്റി ഇൻ ഗെയിൻ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു ഗെയിൻ വിത്ത് ഫീഡ്ബാക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ വി എഫ് ഇസ് ഈക്വൽ ടു എ വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ വി എം വി എന്ന് കണ്ടു. അതിൽ ഈ എ വി എം വി എന്ന് പറയുന്നത് 1നേക്കാട്ടിലും ഒരുപാട് ലാർജാണ്. അപ്പോൾ എന്ത് ചെയ്യാം? അതിൽ ആ 1 എന്നുള്ള ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ എ വി എഫ് ഇസ് ഈക്വൽ ടു എ വി ഡിവൈഡഡ് ബൈ എ വി എം വി എന്നാവും. അപ്പോൾ എ വി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? എ വി എഫ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എം വി ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഓഫ് ദി നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഈ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. സോ ഗെയിൻ ക്യാൻ ബി kept stable independent on temperature changes, transistor parameter changes, input frequency changes, etc. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇംപ്രൂവ്ഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. We get constant gain over a wide range of input frequency when negative feedback is employed. നമ്മൾ പറഞ്ഞു ഗെയിന് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്തെന്ന് പറയാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്.
ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം ഓർ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ചേഞ്ചസ് കാരണം ചില ഡിസ്റ്റോർഷൻസ് ഉണ്ടാകും. ഈ ഡിസ്റ്റോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഷേപ്പിൽ നിന്നും ഒന്നും ആയിക്കൊള്ളണം എന്നില്ല ഔട്ട്പുട്ട്. അതിനെയാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുക. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻസിനെയാണ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്ന് പറയുക. അപ്പോൾ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ വിത്ത് ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ബൈ DVF ഈസ് ഈക്വൽ ടു DV ഡിവൈഡഡ് ബൈ 1 + DVMV. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് AVF എന്നുള്ളത് കണ്ടല്ലോ, അത് ഗെയിനാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റോർഷന് എക്ക് പകരം D കൊടുക്കുന്നുള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? DVF ലെസ് ദാൻ DV എന്ന് എഴുതാം. അതിൽ DV എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ വിത്തൗട്ട് ഫീഡ്ബാക്കും DVF എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ വിത്ത് ഫീഡ്ബാക്കുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ഈസ് ഡിക്രീസ്ഡ് വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇനി നാലാമത്തെ അഡ്വാൻറ്റേജ്, അതാണ് ഇൻക്രീസസ് സർക്യൂട്ട് സ്റ്റെബിലിറ്റി. So as temperature increases, voltage gain also increases. But in negative feedback, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ഇതിനനുസരിച്ച് നമ്മൾ കണ്ടു ഇൻപുട്ട് സിഗ്നൽ എന്താണ്? നെഗറ്റീവാണ്. സോ അവിടെ ഇൻപുട്ട് സിഗ്നൽ കുറഞ്ഞു, അതിനനുസരിച്ച് ഔട്ട്പുട്ട് സിഗ്നലും കുറയും. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? In a negative feedback amplifier, gain can be kept stable, independent on the variations in the input. So a constant output voltage can be obtained. When temperature increases, voltage gain increases, but negative feedback voltage also increases, which decreases the input voltage and oppose the previous increase in gain and help to attain സർക്യൂട്ട് സ്റ്റെബിലിറ്റി. അപ്പോൾ അവിടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്താലും എന്താവും? അവിടുന്ന് ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഇൻക്രീസ് ചെയ്ത ഇൻപുട്ടിനെ ഒപ്പോസ് ചെയ്യും, എന്നിട്ട് സർക്യൂട്ടിനെ സ്റ്റേബിളാക്കും. അപ്പോൾ അതാണ് എൻ്റെ നാലാമത്തെ അഡ്വാൻറ്റേജ്. ഇനി അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇൻക്രീസ്ഡ് ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഡിക്രീസ്ഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യുകയും ഔട്ട്പുട്ട് ഇംപിഡൻസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സർക്യൂട്ട് നോക്കുക. ഇവിടെയും ഇൻപുട്ട് EG ആണ്, അതേപോലെ ഔട്ട്പുട്ട് EO ആണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സർക്യൂട്ടിൽ അതേപോലെ തന്നെയാണ്. ഈ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് EG - MVEO ആണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഈ ഒരു ആംപ്ലിഫയർ പാർട്ടിലുള്ള ഇൻപുട്ട് കറണ്ട് I1 ആണ്. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് Zin ആണ്. ഈ Zin എന്ന് പറയുന്നത് ഇൻപുട്ട് ഇംപിഡൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ വിത്ത് ഫീഡ്ബാക്ക് ഇൻപുട്ട് ഇംപിഡൻസ് എന്താണ്? Zin ഡാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് AV = E0 ഡിവൈഡഡ് ബൈ EG - MVE0 ആണെന്ന് കണ്ടു. അതിന് E0 = AV × EG - MVEO ആണെന്ന് നമ്മൾ കണ്ടു. അതിന് നമുക്ക് ഇക്വേഷൻ 1 ഡിനോട്ട് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈയിങ് ഓംസ് ലോ ഇൻ ദ ഇൻപുട്ട് ഓഫ് ദി ആംപ്ലിഫയർ, EOന് പകരം നമുക്ക് എന്തെഴുതാം? EO എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. അപ്പോൾ V = IR ആണ് എന്ത്? ഓംസ് ലോ. അപ്പോൾ EOന് പകരം I1 ZIN = EG - MVEO എന്ന് എഴുതാം. അതിന് നമ്മൾ ഇക്വേഷൻ 2 കൊടുത്തു. അതിൽ Z എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഇംപിഡൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ്. I1 എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ സർക്യൂട്ടാണ്. ഇനി നമ്മൾ EGയുടെ കൂടെ നമ്മൾ
MVEOയും MVEO ആഡ് ചെയ്യുകയും ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ രണ്ടും ചെയ്യുമ്പോൾ ഇക്വേഷനിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ലല്ലോ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? EG ഈസ് ഈക്വൽ ടു EG മൈനസ് MVEO പ്ലസ് MVEO. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 3 കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 1നെ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? EG ഈസ് ഈക്വൽ ടു EG മൈനസ് MVEO പ്ലസ് MV ഇൻറ്റു AV ഇൻറ്റു EG മൈനസ് MVEO. അതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? EG ഈസ് ഈക്വൽ ടു EG മൈനസ് MVEO ഇൻറ്റു 1 പ്ലസ് AV MV. പിന്നെ നമ്മൾ അതിലെ EG മൈനസ് MVEOനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുന്നു, മറ്റേതിനെ താഴത്തേക്ക് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? EG മൈനസ് MVEO ഈസ് ഈക്വൽ ടു EG ഡിവൈഡഡ് ബൈ 1 പ്ലസ് AV MV എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ 4 ആയി. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 4. 2 in 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I1ZIN ഈസ് ഈക്വൽ ടു EG ഡിവൈഡഡ് ബൈ 1 പ്ലസ് AV MV എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ 5 ആയിട്ടും എടുത്തു. ഇനി അറ്റ് ഇൻപുട്ട് സിഗ്നൽ പാർട്ട് ഓംസ് ലോ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ പാർട്ടിൽ എന്ത് വരും? വിത്ത് ഫീഡ്ബാക്കും കൂടി വരും. അപ്പോൾ അതിൻ്റെ ഇമ്പിഡൻസും കൂടി വരും. അപ്പോൾ EG ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു ZIN ഡാഷ് വരും. അതിന് നമ്മൾ ഇക്വേഷൻ 6 ആയി കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ 6നെ നമ്മൾ ഇക്വേഷൻ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I1ZIN ഈസ് ഈക്വൽ ടു I1ZIN ഡാഷ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് AV MV എന്ന് കിട്ടും. അതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ZIN ഡാഷ് ഈസ് ഈക്വൽ ടു ZIN ഇൻറ്റു 1 പ്ലസ് AV MV എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ 7 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവാം എന്താണ് ഈ ZIN ഡാഷ് എന്ന് പറയുന്നത് ഈ ZINൽ കൂടെ വേറൊരു എമൗണ്ടും കൂടി കൂട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ക്ലിയർ ആണ്? ZIN ഡാഷ് ആണ് ZINനെക്കാട്ടിലും കൂടുതൽ എന്നറിയാം. സോ ദാറ്റ് ഈസ് ഇൻപുട്ട് ഇംപെഡൻസ് ഇൻക്രീസസ് വെൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എംപ്ലോയ്ഡ്. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻപുട്ട് ഇംപെഡൻസിൻ്റെയാണ് കണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഇംപെഡൻസിൻ്റെയും പറയാവുന്നതാണ്. അതിന് നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? Z out ഡാഷ് ഇസ് ഈക്വൽ ടു Z out ഡിവൈഡഡ് ബൈ 1 പ്ലസ് AV MV എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്നും Z out ഡാഷ് ലെസ് ദാൻ Z out എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇംപെഡൻസ് വിത്ത് ഫീഡ്ബാക്ക് ഈസ് ലെസ് ദാൻ ഔട്ട്പുട്ട് ഇംപെഡൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. സോ ഈ ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിനെ ലോ റെസിസ്റ്റൻസ് ഡിവൈസുകളായിട്ടുള്ള സ്പീക്കർ പോലുള്ള ഡിവൈസുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസിലുള്ള ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് ലോ ഔട്ട്പുട്ട് ഇംപെഡൻസിലുള്ള ഒരു ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇംപെഡൻസ് മാച്ചിങ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയുമാണ് എന്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജസ്. നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് എന്താണെന്ന് കണ്ടു. പോസിറ്റീവ് ഫീഡ്ബാക്കും കണ്ടു, നെഗറ്റീവ് ഫീഡ്ബാക്കും കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഓസിലേറ്റേഴ്സ്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു സർക്യൂട്ടിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓസിലേറ്റേഴ്സ് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഓസിലേറ്റർ? നമ്മളൊരു ഇൻപുട്ട് സിഗ്നലും കൊടുക്കാതിരുന്നാൽ പോലും ഔട്ട്പുട്ടിലൊരു AC സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് AC സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് ഓസിലേറ്റേഴ്സ്. ഡിവൈസ് that generate periodic AC output signal without any form of the input signal. Oscillators generate sinusoidal oscillations are called sinusoidal oscillators. അതായത് AC സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് ഓസിലേറ്റേഴ്സ്. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു DC കൊടുക്കണം. ആക്ച്വലി ഈ
ഓസിലേറ്റേഴ്സിൽ സംഭവിക്കുന്നത് ഡി സിയെ എ സി ആക്കി മാറ്റുന്നതാണ്. റെക്ടിഫയേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്താണ് എ സിയെ ഡി സി ആക്കി മാറ്റും, എന്നാൽ ഓസിലേറ്റേഴ്സ് ഡി സിയെ എ സി ആക്കി മാറ്റുന്നു. ഇറ്റ് കൺവേഴ്സ് ഡി സി ഇൻറ്റു എ സി ഓഫ് ദി ഡിസയർ ഫ്രീക്വൻസി. നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിലേക്ക് അത് മാറ്റാൻ സാധിക്കും. എ സി ജനറേറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എ സി ജനറേറ്റേഴ്സിനെ എന്ത് വിളിക്കാം, ആൾട്ടർനേറ്റേഴ്സ്, ക്യാൻ ആൾസോ പ്രൊഡ്യൂസ് എ സി. അപ്പോൾ ഈ ഒരു ഓസിലേറ്റേഴ്സിനെ പോലെ തന്നെ ഓസിലേറ്റർ പറഞ്ഞു ഡി സിനെ എ സി ആക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ എ സി സിഗ്നൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നൊരു ഡിവൈസാണ് എന്ത്, എ സി ജനറേറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്കതിനെ ഓൾട്ടർനേറ്റേഴ്സ് എന്ന് വിളിക്കാം. പക്ഷേ ഈ ഒരു ഓസിലേറ്ററും ഈ ഓൾട്ടർനേറ്ററും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ഓസിലേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എ സി എന്ന് പറയുന്നത് ഒരു സൈൻ വേവിൻ്റെ പോലെ, ദാറ്റ് ഈസ് സിനുസോയിഡൽ ഓസിലേഷനാണ് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എ സി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസാണ് എ സി ജനറേറ്ററോ ഓൾട്ടർനേറ്റർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, ഓസിലേറ്റർ എന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഓൾട്ടർനേറ്റർ എന്നതോ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. എന്നുവെച്ചാൽ അതിലൊരു മൂവ് ചെയ്യുന്ന പാർട്ടാണ് റോട്ടർ എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് കൺവേർട്ട്സ് ഡി സി ഇൻറ്റു എ സി. എന്നാൽ ആൾട്ടർനേറ്ററിൽ ആ റോട്ടർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്, എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓസിലേറ്ററിൽ ഡയറക്റ്റ് ഡി സി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എ സി, ഓൾട്ടർനേറ്ററിൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എ സി. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസിലേറ്റേഴ്സിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ഫോർ എക്സാമ്പിൾ സേ ഹെർട്സ് ടു മെഗാ ഹെർട്സ് വരെ നൽകാൻ സാധിക്കും. ദാറ്റ് ഈസ് വളരെ ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസിയും അതേപോലെ തന്നെ വളരെ ലോ ആയിട്ടുള്ള ഫ്രീക്വൻസിയും ജനറേറ്റ് ചെയ്യാൻ ഓസിലേറ്റേഴ്സിന് സാധിക്കും. എന്നാൽ ആൾട്ടർനേറ്റേഴ്സിന് സ്മാൾ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ. ഹൈ ഫ്രീക്വൻസി റേഞ്ച് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഓസിലേറ്റേഴ്സ് ആൾട്ടർനേറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. അടുത്തതായിട്ട് ഈ ഓസിലേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ഇറ്റ്സ് എ നോൺ റൊട്ടേറ്റിംഗ് ഡിവൈസ് ആൻഡ് ഹെൻസ് ദർ ഇസ് എ വെരി ലിറ്റിൽ വിയർ ആൻഡ് ടിയർ. ഒരു നോൺ റൊട്ടേറ്റിംഗ് ഡിവൈസ് ആയതുകൊണ്ട് തേയ്മാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ലോങ് ലൈഫ്. രണ്ടാമത്തെ പറഞ്ഞു ഇറ്റ് ഹാസ് ലോങ് ലൈഫ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ, ഓപ്പറേഷൻ ഈസ് ക്വൈറ്റ് സൈലൻറ്റ്. കാരണം ഇതിൽ റൊട്ടേഷനൊന്നുമില്ല, റോട്ടറൊന്നും ഇല്ലല്ലോ ഓസിലേറ്റേഴ്സിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം കുറച്ച് സൈലൻ്റ് ആണ്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് വേവ്സ് ബിറ്റ്വീൻ 20 ഹെർട്സ് ആൻഡ് 100 മെഗാ ഹെർട്സ്. ഞാൻ പറഞ്ഞു അതിനൊരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്തതാണ് ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. അതിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി നന്നായിട്ട് കിട്ടുന്ന ഒരു സിഗ്നലായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഹൈ എഫിഷ്യൻസി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓസിലേറ്റേഴ്സിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി ഈ ഒരു ഓസിലേറ്റേഴ്സ് തന്നെ, അല്ലെങ്കിൽ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഓസിലേറ്റേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഓസിലേറ്റേഴ്സ് എന്ന് വരുന്ന ഓസിലേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡാംപ്ഡ് ഓസിലേഷൻസും അൺഡാംപ്ഡ് ഓസിലേഷൻസും. അപ്പോൾ ഡാംപ്ഡ് ഓസിലേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സർക്യൂട്ട് നോക്കൂ. ആ സർക്യൂട്ടിൽ തന്നിരിക്കുന്നതാണ് ഡാംപ്ഡ് ഓസിലേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ എനർജി ലോസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. കണ്ടോ, ടൈമാണ് നമ്മൾ എക്സ് ആക്സിൽ കൊടുത്തുന്ന ആംപ്ലിറ്റ്യൂഡ് വൈ ആക്സിസിലും
ആദ്യമൊക്കെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, പിന്നെ ടൈം കൂടുന്തോറും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? അവിടെ എനർജി ലോസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത അൺഡാംഡ് ഓസിലേഷൻസിൻ്റെ ഫിഗർ നോക്കുക. അതിലെന്താണ്? യൂണിഫോം ആയിട്ടാണ് ആംപ്ലിറ്റ്യൂഡ് പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ഈ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ കഴിയുന്നത്? ഓഫ് കോഴ്സ് ഇവിടെയും എനർജി ലോസ് ഉണ്ട്, പക്ഷേ നമ്മൾ കുറച്ച് എനർജി പുറത്തു നിന്നും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ലോസിനെ ആ പുറത്തുനിന്നും സപ്ലൈ ചെയ്യുന്ന എനർജിക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ എന്താ അൺഡാംപ്ഡ് ഓസിലേഷൻസിൽ പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് ടൈം. ഹിയർ ആൾസോ എനർജി ലോസ്റ്റ് ഉണ്ട്, ബട്ട് എനർജി ഈസ് ബീയിങ് അപ്ലൈഡ് ടു ഓവർകം ദിസ്. ഈ ഒരു എനർജി ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പുറത്തു നിന്നും എനർജി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അടുത്തത് കണ്ടീഷൻസ് ടു മേക്ക് ഓസിലേഷൻസ് അൺഡാംപ്ഡ്. അപ്പോൾ നമുക്കൊരു ഡാംഡ് ഓസിലേഷനാണ് കിട്ടുന്നതെങ്കിൽ അതിനെ അൺഡാംഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പുറത്തു നിന്നും എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ലോസ് ഓവർകം ചെയ്യും. ദ എമൗണ്ട് ഓഫ് എനർജി സപ്ലൈഡ് ടു ദി ടാങ്ക് സർക്യൂട്ട് ഷുഡ് കോമ്പൻസേറ്റ് ദ ലോസസ് ഓൺ ദി ടാങ്ക് സർക്യൂട്ട് ആൻഡ് ദ എനർജി റിമൂവ്ഡ് ഫ്രം ദി സർക്യൂട്ട് ബൈ ലോഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലുണ്ടാകുന്ന എനർജി ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നും കുറച്ച് എനർജി അതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എനർജി കിട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ലോസ് എന്താവും? കോമ്പൻസേറ്റ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് അൺഡാംഡ് ഓസിലേഷൻസിനെ വേണമെങ്കിൽ ഡാംഡ് ഓസിലേഷൻസ് ആക്കി മാറ്റാം. അടുത്തതായി നമുക്ക് ഓസിലേറ്ററി സർക്യൂട്ട്സ് എന്താണെന്ന് നോക്കാം. എന്താണ് ഓസിലേറ്ററി സർക്യൂട്ട്സ്? സർക്യൂട്ട്സ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഓസിലേഷൻസ് ഓഫ് ഡിസൈർഡ് ഫ്രീക്വൻസീസ് നോൺ ആസ് ഓസിലേറ്ററി സർക്യൂട്ട്സ്, അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട്സ് എന്നും പറയാം. എന്താണ് ഓസിലേറ്ററി സർക്യൂട്ട്? സർക്യൂട്ട്സ് which produce electric oscillations of desired frequency are known as oscillatory circuits or tank circuits. ഒരു ഓസിലേറ്ററി സർക്യൂട്ടിൽ സാധാരണ ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും പാരലായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യാറ്. So the frequency of oscillations produced from the oscillatory circuits depends on inductance L and capacitance C. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഡക്റ്റൻസിനെയും കപ്പാസിറ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സർക്യൂട്ട് നോക്കുക, അതിൽ 4 സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫിഗർ നോക്കൂ. ഇനീഷ്യലി ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പർ പോസിറ്റീവും ലോവർ പ്ലേറ്റ് നെഗറ്റീവും ആയിട്ടാണ്. സോ 2 പ്ലേറ്റിനിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഫിഗർ. ഇനി സെക്കൻഡ് ഫിഗറിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഡക്ടറിലൂടെ ഒരു കറണ്ട് കടന്നു പോവുകയാണ്. സോ അവിടെ സെൽഫ് ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് EMF നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ, അതായത് അപ്പർ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജും ലോവർ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും ആയിട്ടാണ് ചാർജ് ചെയ്യിക്കുക. അതാണ് ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, കപ്പാസിറ്ററിൻ്റെ മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും ആയിരുന്നു. രണ്ടാമത്തെ ഫിഗറിൽ എന്തായി? സ്വിച്ച് ഓൺ ചെയ്തു, അപ്പോൾ കപ്പാസിറ്റർ കൂടെ ചാർജ് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ അത് ഇൻഡക്ടറിൽ കൂടെ പോയി, അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. മൂന്നാമത്തെ അതിൻ്റെ ഫലമായിട്ട് അത് വീണ്ടും മറ്റേ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാണ്. അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ എന്താവും? പൊളാരിറ്റി വ്യത്യാസമാവും. മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവും ആയിട്ടാണ് വരിക. ഇങ്ങനെ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്ചാർജ് ആവും. അതാണ് ഏതിൽ കാണിച്ചിരിക്കുന്നത്? ഫോർത്ത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നോക്കി നോക്കൂ, സെക്കൻഡ് ഫിഗറിൽ ഡിസ്ചാർജിൻ്റെ ഡയറക്ഷനും
ഫോർത്ത് ഫിഗറിൽ ഡിസ്ചാർജിൻ്റെ ഡയറക്ഷനും രണ്ടാണ്. അപ്പോൾ അത് ആ ഒരു പൊളാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ആ ഒരു പൊളാരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ആ ഒരു ഡിസ്ചാർജിൻ്റെ ഡയറക്ഷനും മാറി വരുന്നത്. അപ്പോൾ ഇതിലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമുക്ക് എന്തായിട്ട് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു 1/2π√LC എന്ന് എഴുതാം. എന്താണ് ഇതിലെ ഫ്രീക്വൻസി ഓസിലേഷൻ? എഫ് ഈസ് ഈക്വൽ ടു 1/2π√LC എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോത്ത് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. സപ്പോസ് ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? അവിടെ ചാർജ് ചെയ്യാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ കുറേ സമയം എടുത്ത് എന്താവും? ആസ് എ റിസൾട്ട് ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഓസിലേറ്ററി സർക്യൂട്ടിനെ ഡിഫൈൻ ചെയ്യുക.